ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഡ്രീം ഡ്രൈവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റീബാഡ്ജിങ് അത് ഈയിടെയായിട്ട് ഒരുപാട് കമ്പനിക്കാർ നമ്മുടെ നിരത്തിൽ ഇറക്കുന്നുണ്ട്, പുതിയ വാഹനങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടൊയോട്ടയും ഒരു വാഹനമായിട്ട് സെമി SUV, ഒരു ചെറിയ SUV ആയിട്ട് വന്നിരിക്കുകയാണ്. അർബൻ ടൂറിസം. ആ ഒരു വാഹനമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ തന്നെ നമുക്ക് നോക്കുമ്പോൾ ഈ അതെ ഫോർച്യൂണറിൻ്റെ ചെറിയൊരു രൂപമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഗ്രില്ലാണ് സാറേ ഇവൻ്റെ മെയിൻ. ഈ ഒരു ഗ്രില്ലിലാണ് അവർ മെയിനായിട്ട് ഇതിൻ്റെ ഒരു വ്യത്യാസം കൊണ്ടുവന്നിരിക്കുന്നത്. ആക്സസറീസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും കുറച്ചുകൂടെ ഒരു റോഡ് പ്രസൻസ് ഫീൽ ചെയ്യും. കാര്യം ഞാൻ അങ്ങനെ 1-2 വാഹനങ്ങൾ കണ്ടിരുന്നു. കൂടാതെ എടുത്തു പറയേണ്ട കാര്യമില്ല ടൊയോട്ടയുടെ ബാഡ്ജിങ്. അതെ, ഒരു വണ്ടി മാർക്കറ്റ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബാഡ്ജിങ് കാണുമ്പോൾ തന്നെ കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ ഒരു ട്രസ്റ്റ് ഓട്ടോമാറ്റിക്കലി വരും. അതുകൊണ്ട് തന്നെ ടൊയോട്ടയുടെ വണ്ടികൾ കൂടുതൽ പരിചയപ്പെടുന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഈ ഗ്രില്ലാണ് ഒരു വ്യത്യസ്തമായി ഇവർ കൊണ്ടുവരുന്ന ഇവരുടെ ഡിസൈൻ. അത് കൂടാതെ ഈ ഒരു ലൈറ്റിന്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ഡ്യുവൽ ചേംബർ ആയിട്ടുള്ള പ്രൊജക്ടഡ് ഹെഡ്ലാമ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ അതിൽ തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് DRLസും ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഒരു പ്രീമിയം ആ ഇൻഡിക്കേറ്ററും ആ ഒരു DRLൊക്കെ പ്രീമിയം ഒരു കാറ്റഗറി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോം ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം വൃത്തിക്ക് അത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഫോഗ് ലാമ്പ് ഒക്കെ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് അതൊരു പുതിയ ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ചുറ്റും ഒരു ഇൻസേർഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയാ, ഒരു ഹണി കോം ഡിസൈൻ ഒക്കെ പോലെ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു മിനി SUV ആയതുകൊണ്ട് തന്നെ സ്കിഡ് പ്ലേറ്റ് അല്പം പൊക്കിയിട്ടുണ്ട്, ഒരു അടിഭാഗം ഒക്കെ അധികം തട്ടാതിരിക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളിലൊക്കെ നമുക്ക് അങ്ങനത്തെ റോഡുകളിലൊക്കെ കംഫർട്ടായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യം കൂടി നമ്മൾ പറയണം. 1.5 പെട്രോൾ എഞ്ചിനാണ്, K സീരീസ് എഞ്ചിനാണ്. ഇന്ത്യക്കാർക്ക് ഏറെ ട്രാൻസ്മിഷനാണ് കിട്ടിയിട്ടുള്ളത്. മാനുവലും ഓട്ടോമാറ്റിക്കും ഉണ്ട്. അതിൽ തന്നെ നമുക്ക് ഈ ഒരു മാനുവൽ ട്രാൻസ്മിഷൻ 1.5 ലിറ്റർ K സീരീസ് ആണ് എഞ്ചിൻ. K സീരീസ് എഞ്ചിൻ എന്ന് പറയുമ്പോഴേ ഇന്ത്യക്കാർക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരുപാട് പരിചയമുള്ള ഒരു എഞ്ചിനാണ് ആ സീരീസ്. അത്രയും പെർഫോമൻസിന്റെ കാര്യത്തിലും മൈലേജിന്റെ കാര്യത്തിലാണെങ്കിലും കൂടായിട്ടുള്ള ഒരു എഞ്ചിനാണ്. അപ്പോൾ ഇതിന്റെ പവർ എന്ന് പറയുന്നത് 105 bhp പവറും 130 Nm ടോക്കും നൽകുന്ന ഒരു പവർഫുൾ എഞ്ചിൻ തന്നെയാണിത്. കൂടാതെ ഇതിന് തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്. അത് 4 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ്. മാനുവൽ വരുമ്പോൾ 5 വരുന്നത്. നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മാനുവലാണ്, 5 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ്. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഡ്രൈവിംഗിൽ കൂടുതൽ കംഫർട്ട്, എഞ്ചിൻ കംഫർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രൈവിംഗിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഏകദേശം ഫ്രണ്ട് പോർഷനൊക്കെ. റെയിൻ സെൻസിങ് വന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള മെയിനായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതൊരു 4-സ്റ്റാർ റേറ്റിംഗ് നൽകിയിട്ടുള്ളൊരു വാഹനമാണ്. സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും മുൻപന്തിയിലുള്ളൊരു വാഹനം തന്നെയാണ്. ക്രാഷ് ടെസ്റ്റിൽ 4-സ്റ്റാർ റേറ്റിംഗ് നേടിയ ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാഡ്ജിങ് കാണുമ്പോൾ തന്നെ പകുതി ട്രസ്റ്റ് അവിടെ ഫിനിഷായി. അല്ല, പൊതുവേ ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മാരുതി സുസുക്കി വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ബ്രസയായിട്ട്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാഹനം മാനുഫാക്ചർ, അതായത് ബിൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ടൊയോട്ടയും അതുപോലെ തന്നെ മാരുതി സുസുക്കിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ടൊയോട്ട ഇത് വിശ്വസിച്ച് അവരുടെ മിനി ആ ഒരു SUV കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കാം. ഓക്കെ, നമ്മുടെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ മറ്റൊരു വണ്ടിയുടെ രൂപസാദൃശ്യമുണ്ടെങ്കിലും ടൊയോട്ടയുടെ ഒരു കയ്യിലോട്ട് വന്നപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഒരു ബിൽഡ് ചെയ്ത സമയത്ത് തന്നെ
ഇതിൻ്റെ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ടാണ് ടൊയോട്ടയും മാരുതി സുസുക്കിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതും. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3995 mm, വിഡ്ത്ത് എന്ന് പറയുന്നത് 1790 mm ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഹൈറ്റിലൊന്നും വ്യത്യാസമൊന്നുമില്ല. ഹൈറ്റ് വരുന്നത് 1640 mm ആൻഡ് വീൽ ബേസ് വരുന്നത് 2500 mm. നമ്മുടെ വിറ്റാര ബ്രസയുടെ അതിനകത്ത് ആ ലെങ്ത്തും ഹൈറ്റും കാര്യങ്ങളും വീൽ ബേസൊക്കെ സെയിം തന്നെയാണ്. ആൻഡ് ഇതിനകത്ത് ഒരു വ്യത്യാസം 3 കാറ്റഗറി ആണ്, വേരിയൻ്റ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്, മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. അപ്പോൾ അതിൻ്റെ അലോയി ടയർ സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 215 60 R16 ടയർ പ്രൊഫൈലാണ് വന്നിട്ടുള്ളത്. കൂടാതെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ഡ്യുവൽ ടോണിലുള്ള അലോയ് വീൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴത്തെ മിഡ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഫിനിഷും കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ബേസ് മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു സ്റ്റീൽ ഡ്രം ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനുമാണ് നൽകിയിട്ടുള്ളത്. പിന്നെ കളർ നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ടോൺ കളേഴ്സ് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഡ്യുവൽ ടോൺ കളേഴ്സ് ആണ് വരുന്നത്. ആൻഡ് ഇവിടെ ഒരു റൂഫ് റെയിൽ അത്യാവശ്യം ഒരു ഗൺ മെറ്റൽ ഗ്രേ കളർ റൂഫ് റെയിൽ വന്നിട്ടുണ്ട്. ഡോറൊക്കെ അത്യാവശ്യം നന്നായിട്ട് വൈഡ് ആൻഡ് ഓപ്പൺ ചെയ്യാവുന്ന ഒരു ഡോർസാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ടൊയോട്ടയുടെ ഒരു മേക്കിങ്ങിൽ അത്യാവശ്യം ക്വാളിറ്റി വെഹിക്കിൾസ് ആണ് അവർ എല്ലാ വണ്ടികളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയും ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ എത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. 198 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടൊയോട്ടോ ഫാമിലിയിൽ ഒരു മിനി SUV കാറ്റഗറിയിലോട്ട് വരുന്ന ആദ്യത്തെ വണ്ടിയാണ്. ഈ മിനി SUV ആയതുകൊണ്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ക്ലാഡിങ് ശ്രദ്ധിച്ചോ, അതായത് നമുക്ക് ഈ ഫ്രണ്ടിൽ തുടങ്ങിയിട്ട് ആ ഒരു റെയർ വരെ അറ്റാച്ച് ചെയ്തിട്ട് ഉള്ളൊരു നല്ലൊരു ഡിസൈനിലാണ് നൽകിയിട്ടുള്ളത്. നല്ലൊരു ബ്ലാക്ക് ഫിനിഷ്, 4 സൈഡും കവർ ചെയ്ത് പോകുന്ന ക്ലാഡിങ് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് സൈഡ് പ്രൊഫൈൽ കാര്യങ്ങൾ. മിററിലായാലും ഒരു ഇൻഡിക്കേറ്ററും ഫോൾഡിങ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു ഫോൾഡിങ് യെസ് 2 സൈഡിലേക്ക് ഫോൾഡിങ് ഉണ്ട്. ചില വാഹനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ബൈക്കൊക്കെ വന്നിട്ട് തട്ടിക്കഴിഞ്ഞാൽ പൊട്ടുന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ 2 സൈഡിലേക്കും ഫോൾഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സൈഡ് പ്രൊഫൈൽ കാര്യങ്ങൾ. ഇനി നമുക്ക് ബാക്ക് പ്രൊഫൈൽ നോക്കാം. ഓക്കെ, നമ്മൾ ബാക്ക് പ്രൊഫൈൽ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വണ്ടിയുടെ യാതൊരു ഷേപ്പ് കൊണ്ടുള്ളൊരു സാമ്യം മാത്രമേ ഉള്ളൂ. പേരിലും ഡിസൈനിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ ബാഡ്ജിങ് കാണുമ്പോൾ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ ഉള്ള ഒരു കമ്പനിയാണ് ടൊയോട്ട. ആ ഒരു ബാഡ്ജിങ് വരുമ്പോൾ തന്നെ വണ്ടിയുടെ റേഞ്ച് അങ്ങ് മാറിപ്പോവാണ്. പിന്നെ ഈ ബാഡ്ജിങ് ആയാലും നല്ല വൃത്തിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ആ ഒരു പ്രീമിയം കാറുകളുടെ ആ ഒരു ഡിസൈൻ ഒക്കെ വൃത്തി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു പോരായ്മയ്ക്ക് തോന്നി, ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനെ കൊടുക്കായിരുന്നു എനിക്ക് തോന്നി. എനിവേസ് ഞാൻ ബൂട്ട് സ്പേസ് നോക്കാം. ബൂട്ട് സ്പേസ് വരുമ്പോഴത്തേക്കും 328 ലിറ്റർ ആണ് കപ്പാസിറ്റി വരുന്നത്. അത് കൂടാതെ ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ, സാധാരണ നമ്മൾ വാഹനങ്ങളിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം മെയിൻ സ്പെയർ വീൽ എന്ന് പറയുമ്പോൾ ഒരു സൈസ് ചെറുതായിരിക്കും. ചിലപ്പോൾ 16 ആണ്, 15 ആയിരിക്കും അത് സ്പെയർ വീൽ കൊടുക്കുക. അപ്പോൾ അത് മാറിയിട്ട് ഇതിൽ 16 തന്നെ വീൽ സൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. കാര്യം എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മളിപ്പം ടയറൊക്കെ ഒന്ന് പഞ്ചറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു 15 ഇഞ്ച് അങ്ങ് മാറ്റിയിടും. അത് പിന്നെ നമ്മൾ ഷോറൂമിലോ അല്ലെ സർവീസിന് വന്നു കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരത്തേക്ക് ഓടാൻ വേണ്ടി മാത്രമാണ്. ഒരു ഇതിനകത്തും പവർ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു LED കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം സ്പേസ്. അതുപോലെ തന്നെ നമുക്ക് സ്പേസ് കൂട്ടാൻ വേണ്ടി 60-40 സ്പ്ലിറ്റ് സീറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട് ഉള്ളിൽ. ഇത്രയൊക്കെയാണ് ഈ ഒരു റിയർ സൈഡിൽ പറയാൻ. അത്യാവശ്യം നീറ്റായിട്ട് ബൂട്ട് സ്പേസ് ഒക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്കിഡ് പ്ലേറ്റ് ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, ഒരു മിനി SUV ആയതുകൊണ്ട് തന്നെ. അപ്പം നമുക്ക് സേഫ്റ്റിക്ക് സെൻസേഴ്സും ഇവിടെ ഒരു ക്യാമറ അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റില്ല, ഇവിടെ ഒരു ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്വാളിറ്റി ഒക്കെ നമുക്ക് ഇന്റീരിയർ ചെക്ക് ചെയ്യുമ്പോൾ ക്യാമറ ഈ ഒരു ടോപ്പ് മോഡലിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ബേസ് മോഡലിലേക്ക് വരുമ്പോൾ ക്യാമറ എക്സ്ട്രാ ഫിറ്റിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ നോക്കുമ്പോൾ. ഇനി നമുക്ക് ഡ്രൈവ് പോയി നോക്കാം.
ഓക്കെ, നമ്മുടെ അർബൻ ക്രൂസർ നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കാൻ പോവാണ്. മാനുവലാണ്, ഓട്ടോമാറ്റിക് ആണ് ഞാൻ പ്രതീക്ഷിച്ചത്. നമുക്ക് കിട്ടിയത് മാനുവലായിട്ട് കുഴപ്പമില്ല. ഭയങ്കര സൈലൻറ്റ് എഞ്ചിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ K സീരീസ് എഞ്ചിനാണ്. ഗിയർ ഷിഫ്റ്റിംഗ് ആയപ്പോലും ഭയങ്കര ലൈറ്റാണ്. ഗിയർ ഷിഫ്റ്റിങ്ങിലായാലും ക്ലച്ച് പെഡലൊക്കെ ആയാലും ഭയങ്കര ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിയറിങ്ങൊക്കെ നമുക്ക് വളരെ ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്താണ് സംഭവം എനിക്ക് ഒട്ടും കനമില്ലാത്ത ഒരു സ്റ്റിച്ചിങ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സിമ്പിളായിട്ട് ഫീൽ ചെയ്യുന്നു. ചെറിയൊരു വണ്ടി വളരെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഇവിടെ ഒരു ടച്ച് സ്ക്രീനുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി നമ്മൾ ഇതിനു മുമ്പ് ബ്രസയിലൊക്കെ കണ്ടിരുന്ന ടച്ച് സ്ക്രീൻ തന്നെയാണ്. ആ സെയിം സിസ്റ്റമാണ്. ആൻഡ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളുണ്ട്. മാനുവലി അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്വിച്ചുകളുണ്ട്. ആൻഡ് സ്റ്റിയറിംഗിലായാലും എല്ലാ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. മ്യൂസിക് കാര്യങ്ങൾ എല്ലാ കൺട്രോൾസും നോർമൽ കൊടുക്കുന്ന പോലെ ക്രൂസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പുതിയതായി ഒന്നും തന്നെ അതിനകത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. ഡിസൈനിലൊന്നും ഇൻറ്റീരിയറിലൊന്നും വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് എൻഡ് മോഡലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. എനിക്ക് വേറൊരു കാര്യം ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത് ക്ലസ്റ്ററിൽ ഒരു ബ്ലൂ ലൈറ്റ് ഷെയ്ഡിങ് കൊടുത്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അത് ഒറ്റ കളർ ഉള്ളൂ എന്ന് തോന്നുന്നു. വേറെ കളർ ചേഞ്ച് ഒന്നുമില്ല. ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല രീതിയിലൊരു സ്പോർട്ടി ഫീല് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഓട്ടോ മിറർ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റേ ബേസ് മോഡലൊക്കെ നോർമൽ ഫോൾഡിങ് മിറേഴ്സൊക്കെയാണ്. ഇത് ഓട്ടോ മിറേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വിറ്റാറ ബ്രസയായിട്ട് കമ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഇൻറ്റീരിയറിൽ കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് ഒരു പുതിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഡ്രൈവിംഗ് കംഫർട്ട് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. നല്ല രീതിയിൽ വളരെ സ്മൂത്തായിട്ടുള്ള ഡ്രൈവിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. K സീരീസ് എഞ്ചിൻ്റെയാണ്. കാരണം K സീരീസ് എഞ്ചിൻ ഡ്രൈവ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അത്രയും സ്മൂത്താണ് ഡ്രൈവൊക്കെ. പിന്നെ എനിക്ക് ഈ ഒരു ഹാൻഡ് റെസ്റ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന, നീട്ടം കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുന്ന ഒരു ഹാൻഡ് റെസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് അത്യാവശ്യം ഫീൽ ചെയ്തൊരു കാര്യങ്ങൾ. ആൻഡ് സീറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ക്വാളിറ്റി സീറ്റിൻ്റെ സ്റ്റിച്ചിങ്ങിലൊക്കെ കൊണ്ടുവരായിരുന്നു. കാര്യം ഡിസൈനും ക്ലോത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ക്ലോത്തിന് പകരം ഒരു സെമി ലെതർ ടച്ച് കൊണ്ടുവരാണെങ്കിൽ കുറച്ചുകൂടി, അത് ഫുൾ ഓപ്ഷനിൽ കൊണ്ടുവരാണെങ്കിൽ കുറച്ചുകൂടി പ്രീമിയം ആയേനെ. സീറ്റിംഗ് പൊസിഷൻ ആയാലും നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ്സാണ്. ഇലക്ട്രിക്കലി അല്ല, മാനുവലി ആണ്. ഫുൾ ഓപ്ഷനിലായിരുന്നു. ഫുൾ ഓപ്ഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ബേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ബഡ്ജറ്റഡ് വെഹിക്കിളാണ്. ഒരു സെമി SUV വെഹിക്കിൾ. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ മാന്യമായ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ആൻഡ് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തത്. അതുകൊണ്ട് ടൊയോട്ട എന്ന ഒരു കമ്പനി എടുത്തു നോക്കുമ്പോൾ അവരുടെ ഫാമിലിയിൽ നിന്ന് ഒരു മിനി SUV കാറ്റഗറിയിലോട്ട് വരുന്ന ഒരു വാഹനം എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു രീതിയിൽ അത്രയും കംഫർട്ടായ ഒരു വെഹിക്കിളാണ്. അർബൻ ക്രൂസറിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം സ്റ്റിയറിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ടെലിസ്കോപ്പിക്കും ടിൽറ്റബിളും ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ ഹൈറ്റിനനുസരിച്ചിട്ട് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ പോവാം. ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് ആണ് സ്റ്റിയറിംഗ് കേട്ടോ. നല്ല രസമുണ്ട്. ഒരു കുട്ടി സ്റ്റിയറിംഗ് ആണ്. ഞാൻ കുറച്ച് പൊക്കി വെച്ചിട്ടുള്ളത്. എനിക്ക് കറക്റ്റായിട്ട് ടേണൊക്കെ എടുക്കാൻ നല്ല രസം തോന്നുന്നുണ്ട്.
പിന്നെ കൂടാതെ എനിക്ക് ഈ വാഹനത്തിൽ ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്കും ഏറ്റവും ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ആ ഫ്രണ്ട് 2 വശവും നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഡിസൈനിലുള്ള മാറ്റം അത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്നുണ്ട് ആ മുൻവശത്തേക്കൊക്കെ. കൂടാതെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് ഒക്കെ ആണെങ്കിൽ കൂടെ ലേഡീസ് ഒക്കെ ആണെങ്കിൽ കൂടെ ഈസി ആയിട്ട് ഹൈറ്റൊക്കെ അപ്പ് ചെയ്ത് വെച്ചിട്ട് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൽ വന്ന എടുത്തു പറയേണ്ട മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ സീറ്റിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഒരു ഡ്യുവൽ ടോൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ശരിക്കും പെട്ടെന്ന് ചെളിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കളർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അറിയത്തില്ല. അപ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ കൂടാതെ നമുക്കിതിനെ പ്രത്യേകിച്ച് പുതിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നില്ല. പിന്നെ ഈ ഒരു ഡാഷ്ബോർഡൊക്കെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ഗ്ലോ ബോക്സ് ഉണ്ട്, കൂൾഡ് ആയിട്ടുള്ളൊരു ഗ്ലോ ബോക്സ് ഉണ്ട്. കൂടാതെ ചെറിയൊരു സ്പേസും കാര്യങ്ങളും ഉണ്ട്. 2 സ്പേസ് ഉണ്ട് ഇതിന്. അപ്പം അത് കുറച്ചുകൂടെ സ്റ്റോറേജ് സ്പേസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓവറോള് ഈ ഒരു വാഹനം എനിക്ക് ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്കും മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ചെറിയൊരു ട്യൂൺ ചെയ്തിട്ട് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ എഞ്ചിൻ സ്മൂത്ത് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ ഒരു K സീരീസ് എഞ്ചിൻ ശരിക്കും ടൂഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിലും എഫിഷ്യൻസിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം കൊണ്ട് തന്നെ ഇത് നല്ലൊരു എഞ്ചിനുമാണ്. അതുപോലെ തന്നെ നല്ലൊരു പെർഫോമൻസും കാഴ്ചവെക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും AC-യുടെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അവിടെ തന്നെ ഫോൺ ചാർജിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ എക്സ്ട്രാ ആക്സസറീസിലാണ് വയർലെസ് ഫോൺ ചാർജിങ് ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഉണ്ട്. സ്ലൈഡബിൾ ആയിട്ടുള്ളൊരു ഹാൻഡ് സപ്പോർട്ട് വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് സെൻറ്ററിലുള്ളത്. കൂടാതെ ഈ ഒരു വാഹനത്തിൻ്റെ ഇപ്പോൾ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ ഹൈ എൻഡ് മോഡലാണ് കിട്ടിയേക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 9,86,700 എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഡ്യുവൽ ടോൺ കളേഴ്സ് ഉള്ള മോഡൽസ് ഒക്കെ ഉണ്ട്. അതിനൊക്കെ ചെറിയ റേറ്റിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്. അത് ഏകദേശം എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 10,04,000 ആ റേഞ്ചിലുമാണ് വരുന്നത്. എനിക്ക് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ടൊയോട്ടയുടെ മറ്റു വാഹനങ്ങൾ പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിക്കൊണ്ടാണ് ഈ ഒരു അർബൻ ക്രൂസറും വന്നിട്ടുള്ളത്. അതെ, ടൊയോട്ടയുടെ സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനവും മിനി SUV കാറ്റഗറിയിൽ ആദ്യമായി അവർ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇത്രയും ഫെസിലിറ്റീസ് ആൻഡ് ഈ ഒരു ബഡ്ജറ്റിൽ എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി ഒരു ഓറിയൻറ്റഡ് ബഡ്ജറ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബഡ്ജറ്റിൽ അത്യാവശ്യം സെമി ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡിൽ പുതിയൊരു വാഹനമായിട്ട് ഞങ്ങൾ വരും. അതുവരെ ബൈ.